സ്വരാജ് ഈ അവാർഡ് ആവശ്യമില്ല നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്കാദമിയോട് സ്നേഹബഹുമാനങ്ങളെല്ലാം പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം പറയേണ്ട, അതായത് ഒരു ട്രസ്റ്റിൻ്റെയും അവാർഡ് സ്വീകരിക്കില്ല, ഇപ്പോൾ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള കാലത്തും സ്വീകരിക്കില്ല എന്ന് എം സ്വരാജ് പറയുന്നത്. അത് വലിയ ആന്തരികമായിട്ട് വലിയ കരുത്തുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാനാവുകയുള്ളൂ എന്ന് നിശ്ചയമായിട്ടും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ മനസ്സിലാക്കണം. എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ വയസ്സ് 46 മാത്രമാണ്. 46 വയസ്സുകാരനായിട്ടുള്ള വളരെ താരതമ്യേന നമ്മുടെ നാട്ടിൽ യുവ നേതാവ് എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് എം സ്വരാജ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഇനിയും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതും. ഈ അവാർഡ് പുരസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൂടെ ഉള്ളതാണ്. അതായത് ഇപ്പം ഏത് മേഖലയിൽ, സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും മാധ്യമപ്രവർത്തന മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അസംഖ്യം മേഖലകളിലെല്ലാം പുരസ്കാരം ലഭിക്കുക എന്ന് വെച്ചാൽ അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ചില വരവുകളുണ്ട്. ചില അവാർഡുകൾക്കൊപ്പം ചെറിയ പൈസയാണ് ഉണ്ടാവുക, ചില അവാർഡുകൾക്കൊപ്പം വലിയ ക്യാഷ് അവാർഡുകൾ കൂടെ ഉണ്ടാകും. അതൊന്നും വേണ്ടതില്ല എന്ന് 46 വയസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തീരുമാനമെടുത്ത് പരസ്യപ്പെടുത്തുന്നു. അദ്ദേഹം അത് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ ട്രസ്റ്റുകളെയും മറ്റുമൊക്കെ പല അവാർഡുകളും വന്നപ്പോൾ ഇത് അറിയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് പരസ്യമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പരസ്യമായിട്ട് ഞാനിപ്പോൾ പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ആന്തരികമായിട്ട് ആ നിലക്കുള്ളൊരു കരുത്തു കൂടിയാണ് എന്ന് കാണണം. അതായത് ഭാവിയിലും തനിക്ക് വരാനിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവിയിലിരിക്കുന്ന, അത്യാവശ്യം എഴുത്തും പുസ്തക വായനയും പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ ഇടയുള്ള, നിശ്ചയമായിട്ടും എഴുതുക തന്നെ ചെയ്യുന്ന ഈ എം സ്വരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആയിട്ടുള്ള നേതാവ് എനിക്കിനി അങ്ങോട്ട് കിട്ടുന്ന അവാർഡുകളുടെയും സാമ്പത്തിക വരവോ അല്ലെങ്കിൽ അതിൻ്റെ പുരസ്കാരം വഴിയുള്ള പ്രശസ്തിയോ ആവശ്യമില്ല എന്ന് ഈ പ്രായത്തിൽ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആന്തരികമായുള്ളൊരു കരുത്ത് വ്യക്തമാക്കുന്ന കാര്യമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളെയും അംഗീകരിക്കേണ്ടതാണല്ലോ നമ്മളിപ്പോഴുള്ള ആളുകളെന്ന് പറയുമ്പോൾ. അതങ്ങനെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ നേതാക്കളെയും അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ എം സ്വരാജിൻ്റെ ആ ഒരു രാഷ്ട്രീയ ആന്തരികമായ കരുത്ത് മനസ്സിലാക്കുകയായിരുന്നു ഇതര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതുകൊണ്ട് മാത്രമായിട്ട് അദ്ദേഹത്തിന് അവിടെ 10 വോട്ട് കിട്ടാനൊന്നുമില്ല എന്ന് കണ്ട് ഒന്നുകിൽ അതേക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിച്ചൊരു വരി പോസ്റ്റ് ഇടുക എന്ന് ചെയ്യേണ്ടിയിരുന്ന ആളുകൾ പക്ഷേ എന്തോ ഒരു അസൂയാവഹമായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ തരത്തിൽ അസൂയയും മറ്റും ഈ നിലപാടുള്ള സ്വരാജിനോടുണ്ടായി എന്ന മട്ടിൽ മുന്നിലേക്ക് വന്ന് ആഞ്ഞാഞ്ഞ് പോസ്റ്റ് ഇടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൂക്കളുടെ പുസ്തകം ഉടനടി തന്നെ വായിക്കാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനകം തന്നെ 10-28 തവണ പുസ്തകം അടിച്ചിറക്കിയിട്ടുള്ള DC ബുക്സിൽ നിന്ന് ഒരു കോപ്പി ഞാനും കൂടെ കരസ്ഥമാകും. അപ്പോൾ ആളുകൾ ഇത്തരം വിവാദങ്ങളിലൂടെ കൂടുതലായിട്ട് ഈ പുസ്തകങ്ങൾ വാങ്ങുകയാണ് ചെയ്യുക. ഇത്തരം വിവാദങ്ങൾ എം സ്വരാജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ, രാഷ്ട്രീയ നേതാവിനെ കൂടുതൽ കരുത്തുറ്റ ആളാക്കി മാറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും